Hi friends, welcome to our new session. In this session, we are going to start a new subject, that is theory of computation. Okay. അപ്പം ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു കോറായിട്ട് വരുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ചില സ്റ്റുഡൻസിന് ഇതൊരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റായിട്ട് തോന്നാറുണ്ട്. പക്ഷേ നമുക്ക് ഈ സബ്ജക്റ്റ് വളരെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ദിസ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സാണ് നിങ്ങൾ ഗ്രാജുവേഷനിൽ, അതായത് പ്രോഗ്രാമിംഗ് സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അങ്ങനെ വെറൈറ്റി ഓഫ് സബ്ജക്ട്സാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം TOC എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്ട്സിനൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പം നിങ്ങൾ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസ് ആയാലും യൂണിവേഴ്സിറ്റി ലെവൽ എക്സാംസ് ആയാലും ഒക്കെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് സിമ്പിളായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും വന്നാലും നിങ്ങൾക്ക് ഷുവർലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് നമുക്ക് സിമ്പിൾ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഈ സബ്ജക്റ്റിനെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു നോ വാട്ട് ഈസ് കമ്പ്യൂട്ടേഷൻ. എന്താണ് കമ്പ്യൂട്ടേഷൻ? കമ്പ്യൂട്ടേഷൻ മീൻസ് what we have to do some, that is we have to do some task, we have to do some calculation using a computer. That is what computation. This theory of computation ne nammal automata theory ennu parayarundi. So what is automata means? It is a machine. That is theory of computation. It is the study of machines, or it is the study of abstract computing devices. Adana theory of computation ennu parnal. ഓക്കെ, അതായത് നമുക്ക് ഇപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് കുറേ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. യു ഹാവ് ടു ഡീൽ വിത്ത് സിമിലർ പ്രോബ്ലംസ്. അപ്പോൾ ഈ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഡെവലപ്പ് എ ജനറൽ ആൽഗോരിതം ഫോർ സോൾവിങ് ദ സിമിലർ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഗോരിതം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. ദാറ്റ് ഈസ് നമുക്ക് ഈ ഒരു ആൽഗോരിതം ഡെവലപ്പ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചോളണം എന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ അത്രയും ടൈം അവിടെ വേസ്റ്റ് വരുന്നുണ്ട്. അപ്പം ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്നുള്ള സബ്ജക്റ്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ പ്രോബ്ലംസ് നമുക്ക് ആൽഗോരിതമാറ്റിക്കലി സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ എന്താ തിയറി ഓഫ് കമ്പ്യൂട്ടേഷന് പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മെഷീൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രോബ്ലംസ് ഈ മെഷീൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് അവിടെ ടൈം വേസ്റ്റ് നമുക്ക് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് നിങ്ങൾക്ക് പഠിക്കണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റയാണ്. സെക്കൻഡ് വൺ ഇസ് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. തേർഡ് ഇസ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. And last is what? Turing machines. These are the different types of machines that you have to study in this subject. And there are different types of languages. Languages include regular language, context-free language, context-sensitive language, and what? Unrestricted language. That is recursively enumerable languages. അപ്പോൾ ഇത്രയും സെക്ഷൻസാണ് നിങ്ങൾക്ക് ഈ TOC എന്നുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പം ഓരോ സെക്ഷനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റയിൽ യു ഹാവ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റ. ദാറ്റ് ഇസ് DFA, NFA ആൻഡ് മിനിമൈസേഷൻ, ആൻഡ് യു ഹാവ് ടു സ്റ്റഡി ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീലെ ആൻഡ് മൂറെ മെഷീൻസ്. അങ്ങനെ കുറേ കാര്യം. അപ്പോൾ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്ക് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെക്ഷന് കുറച്ച് വെയിറ്റേജ് വരുന്നുണ്ട്. ഓക്കെ, ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു മീൻസ് DFA നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ റെഗുലർ എക്സ്പ്രഷൻ, ഒരു കറസ്പോണ്ടിങ് DFA തന്നാൽ അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടും. വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നോ അത്രത്തോളം ബെനിഫിറ്റാണ് നമുക്ക്. അപ്പം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. അപ്പം മെയിൻലി ഈ സബ്ജക്റ്റിൽ നമുക്ക് എത്രത്തോളം പ്രോബ്ലംസ്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, അപ്പം നിങ്ങൾ എന്തായി, അപ്പം ഈ സബ്ജക്റ്റ് നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യാൻ ഫിറ്റായി. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറി, എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഒരു പെർട്ടിക്കുലർ ഗ്രാമർ എങ്ങനെ ജനറേറ്റ് ചെയ്യും, ഒരു അതിൻ്റെ തിയറി കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലംസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. നിങ്ങൾ കണ്ടമാനം തിയറീസ് ഒന്നും ഇതിൽ പഠിക്കാനില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള തിയറീസ്, എങ്ങനെയാണ് ഇതിൻ്റെ സിൻടാക്സ്, എങ്ങനെയാണ് ഈ ഗ്രാമറിൻ്റെ സിൻടാക്സ്, എങ്ങനെയാണ് ഈ ഗ്രാമറിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, എന്താണ് റെഗുലർ ഗ്രാമർ, എന്താണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, എന്താണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. എങ്ങനെ ഈ ഗ്രാമറിനെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ, നമുക്ക് എന്തൊക്കെ റൂൾസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏതൊരു പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഓരോ സെക്ഷൻ കഴിഞ്ഞാലും നമ്മളതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ രീതിയിലായിരിക്കും നമ്മളെ സെഷൻസ് മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഈ സബ്ജക്റ്റാകുമ്പം തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മെഷീൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ സബ്ജക്റ്റിൽ മെയിനായിട്ട് വരുന്ന ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ സിംബൽ, ദെൻ ആൽഫബറ്റ്സ്, സ്ട്രിങ്, ദെൻ ലാംഗ്വേജ്. ഈ 4 വേർഡ്സാണ് നിങ്ങൾ ത്രൂ ഔട്ട് ഈ സബ്ജക്റ്റിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ചെയ്യാം. അതായത് ബേസിക്സ്, വാട്ട് ഈസ് എ സിംബൽ, വാട്ട് ഈസ് എൻ ആൽഫബറ്റ്, വാട്ട് ഈസ് എ സ്ട്രിങ് ആൻഡ് വാട്ട് ഈസ് എ ലാംഗ്വേജ്. ഇതിനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയിലേക്ക് കടക്കാം. ഓക്കെ, discuss the basic terminologies used in TOC, that is the main building blocks of TOC. Okay, the first is what? Symbol. Symbol, it is the smallest building block. Okay, it can be any letter, it can be any digit. Okay, the letter A, B, C, or it can be any digit, that is 0, 1, etc. Okay, the second is what? Alphabets. It is represented by the notation sigma, that is the notation sigma. Okay, so it is a finite set of symbols. Alphabets is a finite set of symbols, and they are always what? Finite. That is, they are limited to a particular size. For example, suppose let sigma, it represents a set of binary digits. Okay, then this represents the set of what? Decimal digits. Then this represents an alphabet set. So these are a set of symbols with they are always what? Finite. That is, they are limited to a particular size. Okay, and it is denoted by the notation sigma. Then next is what? Strings. Okay, strings, they are a finite sequence of symbols that is chosen from the alphabet. Okay, and it is denoted by the letter W. It is denoted by the letter W, and the length of the string is denoted as length. Length of the string is denoted as like this, modulus of W. Okay, suppose we have to generate a string of length 2 over the alphabet set AB. Suppose our alphabet set is AB. Okay, we have to generate a set of strings of length 2 from the alphabet set AB. That is, how many strings can we generate? That is the set AB, the set BA, the set AA, and the set B. Okay, these are the 4 strings that can be generated from the alphabet set AB of length 2. Okay, അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത് the set AB with length n,
with length n, how many strings can be generated? The number of strings that can be generated is, that is the number of strings. Number of strings that can be generated is 2 raised to n. 2 raised to n. Okay, so that is about strings. That is, it is a finite sequence of symbols that is chosen from the alphabet. Okay, this string is of length what? 2, and length 2, and number of strings generated is 2 raised to 2, that is 4. Okay, and the next is what? Language. Language, it is a set of what? It is a set of strings that is chosen from sigma star. Okay, suppose L1, it represents a set, that is set of strings of length 2. Okay, set of strings of length 2 over the, that is, the set is AB. Okay, the set is given as AB. Okay, how many strings? That is AB, BA, AA, BB. Okay, these are the set of strings that can be generated from the alphabet set AB of length 2. Okay, and this is a what? This is a finite language, that is, it have a fixed size, right? It is a finite language. Okay, it is a finite language. And another language, suppose L2, that a set of strings that should start with the length, it should start with the letter A. That is, set of strings start with A. Start with the letter A. Okay, that is, it can be A, AB, AA, ABA, like that. Okay. What is this? This represent a infinite language, right? It doesn't have any fixed size. That is, it represents an infinite language. Okay. Okay, that is about the basic terminologies in that is used in TOC, that is symbol, alphabets, strings, and language. Okay, so the next video is about finite state automation, that is finite state automata. Okay, that is about this session, and okay, then thank you.